ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു മീൻകറി വെക്കാൻ പോവാണ്. മീൻ മുളകിട്ടത്. എനിക്ക് പുതിയാപ്പിളക്കോര എന്ന് പറയും. ഞങ്ങൾ കോഴിക്കോട് ആ ഭാഗത്തേക്ക് പുതിയാപ്പിളക്കോര മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു ചട്ടി ചൂടാക്കി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുക് ഇടാം. 1 ടീസ്പൂൺ കടുക് ഇട്ടു. കടുക് ഒന്ന് പൊട്ടി ഏകദേശം കഴിയാറാകുമ്പോൾ ഒരു 15 മണി ഉലുവയിട്ട്. ഉലുവയൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, തക്കാളി, പിന്നെ എൻ്റെ തോട്ടത്തിനെടുത്ത കറിവേപ്പില, 3 പച്ചമുളക്. അപ്പം നമുക്ക് ആദ്യം പച്ചമുളകും സവാളയും കൂടി ഇതിലേക്കിടാം. കറിവേപ്പിലയും കൂടെ കറിവേപ്പിലയും ഇട്ടുണ്ട്. ഞാൻ 1 സവാള എടുത്തിട്ടുള്ളൂ. 3 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും നന്നായി ഇറക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഞാൻ ഇതൊന്ന് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം ആയി വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ തക്കാളി ചേർത്താണ്. തക്കാളി കുറച്ച് കുനുകുന അരിഞ്ഞാണ് ഞാൻ വെച്ചത്. കാരണം ഇത് വേവിന് കുറച്ച് സമയം എടുക്കുന്ന വലിയ തക്കാളിയാണ്. അപ്പോൾ കുറച്ച് എന്താ പറയുക, സവോള 1/4 വേവായിട്ടേ ഉള്ളൂ, വഴണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ തക്കാളി ചേർത്താണ്. അപ്പോൾ ഇതൊന്ന് സമയം എടുക്കുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം ഇളക്കി കൊടുക്കണം. വേവാൻ ഒരുപാട് സമയം വേണം. അപ്പം നന്നായിട്ടൊന്ന് ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ഗ്യാസ് സിമ്മാക്കി വെച്ചിട്ട് അടച്ചെടുക്കുന്നു. തക്കാളി വെന്തോ ഒന്ന് നോക്കട്ടെ. തക്കാളി ഒന്നും ആയിട്ടില്ല, വെന്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി കുറച്ചും കൂടെ ഒന്ന് വഴലട്ടെ, ഒന്ന് അടച്ചു വെക്കട്ടെ. അടച്ചു വെച്ചിട്ട് തക്കാളി ഒന്ന് വേവട്ടെ. തുറന്ന് നോക്കേ. ഒരു കുത്തി കൊടുക്കട്ടെ എന്ന്. എന്നിട്ടും ആയിട്ടില്ല പറയുമ്പോൾ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയി തക്കാളി വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും എനിക്ക് തക്കാളി വേവാൻ എത്ര സമയം വേണം, കാരണം വലിയ ഈ തക്കാളി നമ്മുടെ നാടൻ തക്കാളി പോലെയല്ല. ഇതിന് കുറേ സമയം വേണം ശരിക്കൊന്ന് വെന്ത് വരാൻ. ഞാനിങ്ങനെ ഇളക്കി കൊടുത്തു. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിരുന്നു കേട്ടോ. ഇനി അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. ഞാനിവിടെ ഫാൻ ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ പുകയുന്നത് കൊണ്ട്
ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് ഇത് ഞാനൊരു 2 സ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വെള്ളത്തിൽ ഒഴിച്ച് വെച്ച ഇതാണിത്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അതോടൊപ്പം തന്നെ ഞാൻ ഒരു ചെറിയ ഒരു ഉണ്ട പിന്നെ എന്താണ് പുളിയില്ലേ, പിഴിയുന്ന പുളി, വാളംപുളി, അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിഴിഞ്ഞിട്ട് നമുക്ക് ഒഴിക്കാം ഇനി. അപ്പോഴേക്കും ഇതൊന്നിങ്ങനെ ചെറുതായിട്ട് തിളച്ച് വരും. ഇതാണ് കിളിമീൻ എന്ന് പറയുന്നത്. കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതിന് ഞങ്ങൾ പുതിയാപ്പിളക്കോര എന്നാ പറയുക. നാട്ടിലൊക്കെ പറയല് ചുമന്ന കോരയില്ലേ, അതിന് പുതിയാപ്പിളക്കോര എന്ന് പറയും. അപ്പോൾ അതൊരു എടുത്തു വെച്ചതാണ് ഞാൻ. ഒരു 2 വലിയ മീനാണ്. അപ്പോൾ കുറച്ച് വലിയ മീനായതുകൊണ്ട് ഇവിടെ അങ്ങനെ മീൻ കറി വേണം നിർബന്ധമുള്ള എനിക്ക് മാത്രമേ ഉള്ളൂ. മോക്ക് കറിയാണ് മോള് കഴിക്കുക, കഷ്ണമൊന്നും കഴിക്കില്ല. പിന്നെ ചേട്ടനും അങ്ങനെ തന്നെയാണ്. ഇഷ്ടമുള്ള മീനാണെങ്കിൽ കഷ്ണം കഴിക്കും, ഇഷ്ടമില്ലാത്തതാണെങ്കിൽ അതിൻ്റെ ചാറ് മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ വേറെ ആരും ഇല്ലല്ലോ, ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാ ഈ 2 കഷ്ണം 2 മീനാണ് എടുത്തത്. അത് ഞാനൊരു 3 പീസാക്കി മുറിച്ചതാണ്. അപ്പോൾ ഇതാ ഇത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിഴിഞ്ഞ പുളി ഇതിലേക്ക് ഒഴിക്കാം. ഒരുപാടായി പോയത് നോക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ സവാളയും തക്കാളിയും വഴറ്റാൻ വേണ്ടി ഉപ്പിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കട്ടെ ഇനി ഉപ്പിൻ്റെ ആവശ്യമുണ്ടോ. കുറച്ചുകൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഉപ്പിട്ടു, ഒരു 1/2 ടീസ്പൂൺ കൂടെ ഉപ്പിട്ടു. ഇതൊന്ന് നന്നായി ഒന്ന് കുറച്ചുകൂടി ഇതിൽ വെള്ളം ചേർക്കണേ. ഇപ്പോൾ ഇതാ സൈഡിലൊക്കെ ഇങ്ങനെ തിള വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കണം. ആകെ 2 മീനല്ലേ ഉള്ളൂ. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് ഇത് അടച്ച് വയ്ക്കാം. അപ്പോൾ തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ മീൻകറി ഇങ്ങനെ നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചുറ്റി കൊടുത്താൽ അതെ, ഇതിൻ്റെ നടുക്കൊന്നും ഇട്ടിട്ട് ഇങ്ങനെ കുത്തി ഇളക്കരുത്. ഇപ്പോൾ പൊടിഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്ന മീനൊക്കെ, കിളിമീനൊക്കെ പെട്ടെന്ന് വരുന്നു. അപ്പോൾ ഇതിനങ്ങനെ സൈഡിൽ കൂടെ അങ്ങനെ ചുറ്റിച്ച് ഇങ്ങനെ കൊടുത്താൽ മതി. അല്ലെങ്കിൽ എല്ലാം വെന്തുടഞ്ഞു പോകും. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. വെന്തുടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പീസൊന്നും നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാവുന്നേ. അപ്പോൾ ഇങ്ങനെ ചുറ്റിച്ച് നോക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് നോക്കണം, ഉപ്പ് പാകത്തിന്. അല്ലെങ്കിൽ വേണ്ടവർ കുറച്ചും കൂടെ ഇടാം. അതിപ്പോൾ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഉപ്പ് കറക്റ്റാണ്. അപ്പം ഇങ്ങനെയാണ് ഞങ്ങളെ ഇത് നന്നായി ഒന്ന് തിളച്ച് കുറച്ചും കൂടെ ഒന്ന് 2 മിനിറ്റും കൂടെ ഒന്ന് തിളച്ച് വേവാണ്ട്. അത് കഴിഞ്ഞാൽ നമ്മളെ മീൻകറി റെഡിയായി. അപ്പോൾ നമുക്ക് നോക്കാം നമ്മളെ മീൻകറി എന്തായി. അപ്പോൾ ഇതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഞാനൊന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ മീൻ നന്നായി വെന്തിട്ടുണ്ട്. ഇതാ മീൻ നന്നായി വെന്തിട്ടുണ്ട്, പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻകറി. ഇന്ന് എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എന്താ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെന്താ കമൻറ്റും ഒക്കെ ഇടണം. നന്നായാലും നന്നായില്ലെങ്കിലും ഒക്കെ എല്ലാം ചെയ്തു തരണം. അപ്പം ഈ വീഡിയോയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. അപ്പം എന്നാൽ ശരി, ബൈ.